ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബുംല പാസിലാണ്. ഇന്നലെ നമ്മുടെ സൈക്കിൾ ഇവിടെ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ അവസാനം നമ്മൾ തിരിച്ച് ബുംല പാസിലെത്തി. അപ്പോൾ ഇതേ സൈക്കിളെല്ലാം പാർക്ക് ചെയ്തിട്ടാ. അപ്പോൾ ഇതേ ബുംല പാസ് അല്ലേ, ഐ ലവ് ബുംല. 15,200 ഫീറ്റ്. ഇനി ഇതിൻ്റെ അപ്പുറത്താണ് ചൈന കേട്ടോ. ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ അലൗഡാണ്. പക്ഷേ വീഡിയോഗ്രാഫി അലൗഡല്ല നാട്ടിൽ കേട്ടത്. എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മലയിലെ കണ്ടില്ലേ, ഇഷ്ടംമാതിരി ഇങ്ങനെ മഞ്ഞ് വീണ് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ മഞ്ഞ് വീണ് നടക്കുന്നതാണ് കണ്ടില്ലേ. അടിപൊളിയല്ലേ, മഞ്ഞുമലകളാണ് കാണുന്നത്. എന്തായാലും നോക്കി സൈക്കിൾ അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അവിടെയൊക്കെ കാറ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ 15,200 ഫീറ്റ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചൈനയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വീഡിയോ അലൗഡ് അല്ല എന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് നോക്കാം. സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നമ്മുടെ സൈക്കിളിൽ തള്ളിയാണ് നമ്മൾ കയറ്റി കേട്ടോ ബുംല പാസിലേക്ക്. ഏകദേശം 15,200 അടി ഫീറ്റ് ഉണ്ട് ബുംല പാസ്. കണ്ടില്ലേ, ഇന്ത്യ ചൈന ബോർഡറാണ് കേട്ടോ. നമ്മൾ ഇന്നലെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടാണ് പോയത്, എന്നിട്ട് ഇന്ന് വന്നിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ BRO വെൽക്കം യു ടു ബുംല. അപ്പോൾ അങ്ങനെ മാഷാഅല്ലാഹ് ഫൈനലി നമ്മൾ കയറി കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്, ബൈക്കേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാണുന്നതാണ് ഇന്ത്യ ചൈന ബോർഡർ കേട്ടോ. അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ, എവിടെയാണ് അതിൻ്റെ ഇത് ചൈന ആർമിയിലെ ക്യാമ്പാണ് കേട്ടോ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു നീല ഷീറ്റാണല്ലേ, അത് ചൈന ആർമിയുടെ ഇതാണ്. അതുപോലെ തന്നെ ചൈനീസ് ഫ്ലാഗ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ടാണ്. ഇനി ഇവിടുന്ന് നമുക്ക് നടന്ന് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്, പക്ഷേ വീഡിയോ അലൗഡ് അല്ലെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നർ ലൈൻ പെർമിറ്റ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ 2 ദിവസം കഴിഞ്ഞതാണ്, 17-ാം തീയതി എടുത്തതാണ്. ഓൾറെഡി നമ്മുടെ തീർന്ന്. അപ്പോൾ അത് കാരണം നമുക്ക് അലൗഡ് ചെയ്യുവാന്നറിയില്ല, ചോദിച്ചു നോക്കാം. കാരണം നമ്മൾ 2 ദിവസം പിടിച്ചിട്ട് ഇവിടെ എത്താൻ വേണ്ടി. പിന്നെ ഇവിടെയൊക്കെ VIP പാർക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ അലൗഡ് അല്ല. ഇവിടെ ഡെക്കാത്തിലോൺ ഉണ്ട്, അതുപോലെ തന്നെ കഫേ കോഫി ടേ ഒക്കെ ഉണ്ട് കേട്ടോ, ചായ് എല്ലാം ആർമി തന്നെയാണ്. അപ്പോൾ എന്തായാലും ചോദിച്ചു നോക്കാം കേട്ടോ. നമ്മളങ്ങനെ ബുംലയിൽ നിന്ന് ഇറങ്ങണേ കേട്ടോ. ഇപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ മലയാളീസാണ്. അപ്പോൾ കാരണം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഫോട്ടോ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. എല്ലാ നാട്ടിലുള്ള ആൾക്കാരുണ്ട്, മലയാളികളുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്ര, എല്ലാം നോർത്ത് സൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തതാണ്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഫോട്ടോ അലൗഡ് അല്ല. അപ്പോൾ അതാണ് കേട്ടോ. ഇനിയിപ്പോൾ പയ്യെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം ഇനിയിപ്പോൾ വേറൊന്നും ഇല്ല. നമ്മൾ ഇനി സൈക്കിളിൽ തള്ളിക്കൊണ്ട് ഇനി അടിയിലേക്ക് പോകണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും നടപടി ആവുള്ളൂ. പിന്നെ മേലിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം, അതും കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ മലയാളികളെ ഒരുപാട് പേരെ കണ്ടിട്ടാ. ഹായ്, എങ്ങനെ നാട്ടിലെവിടെയായിട്ട് നിങ്ങള്? വയനാട്, കാലിക്കറ്റ്, മലപ്പുറം, ആവുലം. ഞാൻ പനങ്ങാട്, കർണാടക, ഹുബ്ലി. ഓ എന്തായാലും സന്തോഷം കേട്ടാ. അതാണ് മലയാളികളുടെ സന്തോഷം കേട്ടാ കണ്ട്. സന്തോഷമായിട്ടാ കണ്ടതില്ലാരും. ഞാനിപ്പോ ഒരു 15 മാസമായി. അങ്ങനെ നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ ബുംലയിന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങുകയാണ്. എന്തായാലും പയ്യെ ഇറങ്ങട്ടാ. ഒരു ചൂടുവെള്ളം ഫില്ല് ചെയ്യണമെന്നുണ്ടാകുന്ന അടിയിന്ന്, പക്ഷെ നടപടി ആവൂല. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, ഇതൊരു മലയാളികളാട്ടാ. അപ്പോൾ ഇവരെല്ലാവരും തിരിച്ചു പോണതാണ്. നമ്മൾ വന്നേക്ക് ഒരുപാട് മലയാളികളെ കണ്ടിട്ടാ. അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഓക്കെ, ശരി. ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ. വല്ലാത്ത സന്തോഷമാണ് എല്ലാവരെയും കണ്ടത്. അതുപോലെ തന്നെ ഇവിടത്തേക്ക് ലാൻഡ്സ്കേപ്പ് നോക്കി ഞങ്ങൾ. പക്ഷെ എന്ത് ഭംഗിയാണല്ലേ. പക്ഷെ എൻ്റെ മോനെ, നമ്മൾ ഇന്നലെ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ എടുത്തതാണ്. എന്നാലും എത്ര കണ്ടാലും എനിക്ക് മടുക്കാനുള്ളതായിട്ട്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോണത്. എന്തായാലും പയ്യെ അടിയിലേക്ക് ഇറങ്ങാം. നമ്മളെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്.
നോക്കിയേ നല്ല പണിയാണ്ട മക്കളെ കിട്ടിയത്. ചെയ്യുന്നത് കിട്ടില്ല. എന്താ അവസ്ഥയെന്ന് ഞാൻ ആലോചിക്കണേട്ടാ. നമ്മൾ ഇന്നലെ വന്ന വഴി തിരിച്ചിറങ്ങണേണ്. എന്നിട്ട് നമ്മൾ കയറണമെന്ന് എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയാട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വണ്ടിയിൽ കയറ്റിയേക്കണേട്ടാ. കാരണം എൻ്റെ സൈക്കിളിൽ നല്ല പണി കിട്ടി. അപ്പോൾ ഒരു വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടിയേട്ടാ. അപ്പോൾ ഇവരുടെ വണ്ടിയാണ്. ഹായ് ഭയ്യ, आपका नाम क्या है? आपका नाम क्या है भैया? आप लोग कहाँ का है? हम लोग नीचे का रहता है लेकिन अभी बचपन नहीं बैठा है। अच्छा भैया, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരുടെ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് സൈക്കിൾ ലോഡ് ചെയ്തത്. ഇവരുടെ സിമെൻറ്റ് കൊണ്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇനി ഇവിടെ നേരെ തവാങ്ങ്, അവിടെ നിന്ന് നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മുടെ സൈക്കിൾ ശരിയാക്കാൻ. അപ്പോൾ എന്തായാലും എത്ര ദൂരം വരെ നമുക്ക് ലിഫ്റ്റ് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കാട്ടാ. നമ്മളെ ഇപ്പോൾ അങ്ങനെ തവാങ്ങിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഡിറാങ് പോകാനാണ് പ്ലാൻ. എൻ്റെ സൈക്കിളിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇറക്കി കേട്ടോ. സൈക്കിള് സാധനങ്ങൾ ലഗേജ് എല്ലാം ഇറക്കി. ഇവിടെ ഒരു ക്യാമ്പുണ്ട്, ഒരു BR അതിൻ്റെ അവിടെ ആയിട്ട് വെച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതെനിക്ക് നമ്മൾ ആ ഒരു സ്റ്റാച്ചുവിടെ അവിടെ എത്തിയിട്ടാ, ബുദ്ധയുടെ ഇല്ലേ. ഇനിയിപ്പോൾ ഇത് സ്റ്റക്കായിട്ടിരിക്കണേ, അനങ്ങില്ല കാരണം ജാമായി പോയിട്ടാ. നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയേക്കണേ കേട്ടാ. എന്തായാലും ഡിറാങ് 150-60 കിലോമീറ്റർ ഉണ്ട്. ഒരു പിടുത്തമില്ലാട്ടെ എന്താവുമെന്ന്. ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടാ.